എന്നെ ഒരു സ്വതന്ത്ര സുന്നി രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലക്കാണ് മാതൃഭൂമിയിൽ നിന്ന് വിളിച്ചത് എന്നും ആ നിലക്കാണ് ഇവിടെ ടൈറ്റിൽ കൊടുത്തത് എന്നും ഞാൻ ശ്രീ KP നൗഷാദ് അലിയെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതിന്റെ ഒരു കാര്യം ആദ്യം സൂചിപ്പിക്കുകയാണ്. വെള്ളാപ്പള്ളി എന്നും ഇതുപോലെയുള്ള വിദ്വേഷ പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം VD സതീശൻ പ്രസ്താവിച്ചു. ആ പ്രസ്താവനയിൽ നിന്ന് തന്നെ എങ്ങനെയാണ് കോൺഗ്രസ് വരുന്ന ഇലക്ഷനെ നേരിടാൻ പോകുന്നത് എന്നത് വ്യക്തമാണ്. കനകോലവും ഐപാക്കും ഒക്കെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉപയോഗിച്ച സ്ട്രാറ്റജിയും ഈ ധ്രുവീകരണത്തിലൂടെ വളരെ എളുപ്പം അല്ല. എന്റെ സമയം ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോ കേട്ടല്ലോ, എന്റെ സമയം കഴിഞ്ഞ് ഇടപെടാം. ധ്രുവീകരണത്തിലൂടെ എങ്ങനെയാണ് അധികാരം പിടിച്ചെടുക്കുക എന്ന സ്ട്രാറ്റജിയാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. ഒരു മിനിറ്റ്, ഞാൻ എന്റെ സംസാരം കഴിഞ്ഞ് നിങ്ങൾക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങളെ ക്ഷമയോടെ കേട്ടല്ലോ. ഇപ്പോ കഴിഞ്ഞ നിലമ്പൂർ ഇത് സംസാരിക്കുമ്പോ സാജൻ സക്രിയക്കെതിരെ എന്ത് തന്നെയായാലും സാജൻ സക്രിയ കേരളത്തിൽ ഉണ്ടാക്കിയ വർഗീയ വിദ്വേഷ പ്രചരണങ്ങളുടെ 7 അയലത്ത് വെള്ളാപ്പള്ളി ഇതുവരെ എത്തിയിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ആ സാജൻ സക്രിയക്ക് വേണ്ടി ശക്തമായ പ്രസ്താവനയുമായി രംഗത്ത് വന്ന സാജൻ അറസ്റ്റ് ചെയ്ത് കേരളത്തിലെ മതേതര സമൂഹം മുഴുവൻ സന്തോഷിക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത ഭരണകൂടത്തിനെതിരെ പ്രസ്താവനയുമായി രംഗത്ത് വന്ന ആളാണ് ഈ VD സതീശൻ. മാത്രമല്ല, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയെ വെളുപ്പിക്കാൻ കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ നീക്കുപോക്കുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരാണ് മറുപടി പറയേണ്ടത്. പക്ഷെ ഒരു രാഷ്ട്രീയ നേതാവും നടത്താത്ത നീചമായ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രീയവാദം ഇപ്പോൾ ഇല്ല എന്ന്. എന്നാൽ TK അബ്ദുള്ള മൗലവി എന്ന ജമാഅത്ത് നേതാവിന്റെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ സെക്യുലറിസവും നമ്മൾ ഡെമോക്രസിയെ കുറിച്ചും സംസാരിക്കുന്നത് അത് ചില നയതന്ത്രപരമായ അടവുകളാണ്, നമ്മളുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഇഖാമത്തുദ്ദീനാണ് എന്ന് പറയുന്ന പ്രസംഗം, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പ്രസംഗം, ഇതെല്ലാം നിലനിൽക്കെ ഇപ്പോ 2014 VD സതീശൻ ഭരണപക്ഷ MLA ആയ സമയത്ത്, രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായ സമയത്ത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചിരുന്നു. ശ്രീ നൗഷാദ് അലി അത് അറിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയുടെ ഭരണഘടനാ വിരുദ്ധമായ പ്രസ്ഥാനമാണ്, അത് രാജ്യത്തിന്റെ ദേശീയതയ്ക്ക് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകൂടം അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട്. അന്ന് 97 പുസ്തകങ്ങളാണ് UDF ഭരണകൂടം പരിശോധിച്ചത്. അതിൽ 19 പുസ്തകമാണെന്നാണ് ഓർമ്മ. അപകടകരമായ രൂപത്തിൽ അവർ വിലയിരുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സമിതി അംഗം, ദേശീയ സമിതി അംഗം, മീഡിയ വണ്ണിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, IPHന്റെ ഡയറക്ടർ ബോർഡിലെ മെമ്പർമാരിൽ ഒരാൾ അബ്ദുസലാം വാണിയമ്പലം എഴുതിയ ഒരു പുസ്തകമുണ്ട്, അൽ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട്. ഏതാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ? ബ്രദർഹുഡ്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും നിരോധിച്ച ആഗോള തീവ്രവാദ സംഘടന. ആ തീവ്രവാദ സംഘടന അറബ് മേഖലയിൽ നടത്തുന്ന പദ്ധതിയുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്നാണ് സലാം വാണിയമ്പലം ആ പുസ്തകത്തിൽ എഴുതി വെക്കുന്നത്. എന്നാൽ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് ചില സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയുമ്പോൾ എന്തിനാണ് VD സതീശൻ വെളുപ്പിക്കാൻ രംഗത്ത് വരുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ മൗദൂദിയുടെ രാഷ്ട്രീയ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് കേരളത്തിൽ ഒരു ജമാഅത്ത് നേതാവും പറഞ്ഞിട്ടില്ല. അതിന്റെ ജമാഅത്തിന്റെ തന്തജമന് VD സതീശൻ വരുന്നതിന്റെ താല്പര്യങ്ങൾ വേറെയാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്വേഷ ഫാക്ടറിയെ വാടകക്കെടുത്ത് കേരളത്തിൽ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കാം, വർഗീയമായി ഇവിടുത്തെ സമുദായത്തെ ചിഹ്നം